നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. എന്താണെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? ഇതാണോ? ഇതാണെന്തോന്നു പ്രോട്രോണിക്സിന്റെ 12M റഫ് പേഡ്. എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഓക്കെ, ഇനി വേറെ സാധനമുണ്ട്. ഇത് സോഫ്റ്റ് ടച്ച്, നമ്മുടെ ഈ ഡ്രസ്സിലൊക്കെ മണം കൊടുക്കുന്ന സാധനം. ഇത് വാഷ് ചെയ്തതിന് ശേഷം മണം കൊടുക്കുന്ന സാധനം. ഇത് രണ്ടും ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. അത് ഇത് പറയാം. ഇതെന്ന് പറയുന്നത് സോഫ്റ്റ് ടച്ചിൻ്റെ 2 ലിറ്ററിൻ്റെ ലിക്വിഡാണ്. ഇതിൻ്റെ MRP വന്നിട്ട് 480 ആണ്. ബട്ട് നമ്മളൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ 345 വാങ്ങി. ഓക്കെ, നല്ല സംഭവമാണ് കേട്ടോ. തുണിയൊക്കെ നല്ല മണം കിട്ടും. കഴുകിയതിന് ശേഷം ലേശം ഒരു പൊടി എടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന പ്രോട്രോണിക്സിൻ്റെ റഫ് പേഡ് 12M സൈസാണ് വരുന്നത്. മൾട്ടി കളറാണ്. ഇത് ഞാൻ എൻ്റെ ചേച്ചിയുടെ മക്കൾക്ക് ഒന്ന് എഴുതി പഠിക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 255 രൂപയാണ്. MRP ഇട്ടേക്കുന്നത്. ഇത് ചൈനയുടെ സാധനമാണ് കേട്ടോ. ഇത് ചൈനയുടെ സാധനമാണ്. 1 ഇയർ വാറണ്ടി ഉണ്ട്. പ്രോട്രോണിക്സ് ആണ്. റഫ് പേഡ് 12M ആണ്. 12M സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. മൾട്ടി കളർ LCD റൈറ്റിംഗ് പേഡാണ്. 1599 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇട്ടേക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് 255 രൂപയ്ക്ക് കിട്ടും. കുട്ടികൾക്കൊക്കെ എഴുതി പഠിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഈസി ഇലക്ട്രോണിക് റൈറ്റിംഗ് ആണ്. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. സിംഗിൾ ടാബ് ഇറേസ് ആണ്. എക്സ്ട്രാ ലാർജ് ആണ്. എക്സ്ട്രാ ഡ്യൂറബിൾ ആണ്. സ്മാർട്ട് ലുക്ക് ആണ്. ലോങ് ബാറ്ററി ലൈഫാണ്. ഇത് ബാറ്ററി ആണല്ലേ. ഇതാണ് സാധനം. എങ്ങനെ ഓൺ ചെയ്യും? യെസ്, ഇവിടെ ലോക്ക് അൺലോക്ക് ബട്ടനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എഴുതിയ സാധനം മായ്ക്കണമെങ്കിൽ നമ്മൾ അൺലോക്ക് ചെയ്തിട്ട് മായ്ക്കണം. അപ്പോൾ ഇതാണ് സാധനം. ഓക്കെ, ഇതെങ്ങനെയുണ്ട്? ഇതാണ് ഇതിൻ്റെ റൈറ്റിങ്ങിൻ്റെ പെന്ന്. വന്നിട്ട് നമ്മളിനി എഴുതി നോക്കാം. ഹായ്. അപ്പോൾ അവർക്ക് പഠിക്കാനായിട്ട് ഇത് നല്ല യൂസാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഹായ് എന്ന് എഴുതിയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഹായ് എഴുതിയിട്ട് ഡിലീറ്റ് ചെയ്താൽ മൊത്തം പോകും. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ബിജു എന്ന് എഴുതിയിട്ട് ഡിലീറ്റ് ചെയ്താൽ മൊത്തം പോകും. പിന്നെ ഇവിടെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. നമ്മളിപ്പോൾ എഴുതിയിട്ട് ആ ലോക്ക് ഇട്ടിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ അത് മായ്ക്കാൻ പറ്റത്തില്ല. ഇനി മായ്ക്കാൻ നോക്കിയാൽ മാറ്റത്തില്ല. ഈ ലോക്ക് മാറ്റണം, അൺലോക്ക് ആക്കണം. അൺലോക്ക് ആക്കിയാൽ ഉണ്ട് ഈ ലോക്ക് ഇങ്ങോട്ട് അൺലോക്ക് ആക്കിയിട്ട് നമ്മൾ എഴുതിയിട്ട് മാറ്റാം. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഏറ്റവും ഹെൽപ്ഫുള്ളായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് പേപ്പറിൽ എഴുതി പേപ്പർ അങ്ങോട്ട് എഴുതി ഇങ്ങോട്ട് എഴുതി. അപ്പോൾ ജസ്റ്റ് റഫ് വർക്ക് ആയിട്ട് കണക്കൊക്കെ ചെയ്യണമെങ്കിലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യണമെങ്കിൽ ഇത് വാങ്ങിക്കൊടുത്താൽ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ കാലത്തിനനുസരിച്ച് മാറണ്ടേ, ടെക്നിക്കലി നമ്മൾ മാറണ്ടേ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ ബൈ.